അതിനാ നമ്മുടെ പൊതുബോധത്തെ പോലും ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് ഈ ട്രെയിലറിലെ പരാമർശങ്ങളും വരുന്നത്. എന്തായാലും ഇതൊരു പ്രൊപ്പഗാൻഡയാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അല്ലേ? തീർച്ചയായും വിനിത, ഇതിൽ ആദ്യം തന്നെ പറയേണ്ടത് 2023 കേരള സ്റ്റോറി പുറത്തിറങ്ങിയത് ഉണ്ടായ രാഷ്ട്രീയ വിമർശനങ്ങളും വിവാദങ്ങളും നിയമ പോരാട്ടങ്ങളും നമുക്കറിയാം. അതിന്റെ ഒരു തുടർച്ച തന്നെയാണ് കേരള സ്റ്റോറി 2 ബിയോണ്ട് ദ ഗോസ് എന്ന സിനിമ. കേരള സ്റ്റോറി 2ന്റെ ട്രെയിലർ വന്നപ്പോൾ തന്നെ വ്യാപകമായ വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട്, ട്രോളുകൾ ഉയർന്നിട്ടുണ്ട്. സത്യത്തിൽ കേരള സ്റ്റോറിയുടെ ആദ്യ ഭാഗത്ത് ആദ്യ സിനിമയിൽ പറയുന്നത് കേരളത്തിൽ നിന്നും പെൺകുട്ടികൾ മത തീവ്രവാദത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നു, മതപരിവർത്തനം ചെയ്യപ്പെട്ട് തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ശാലിനി ഉണ്ണികൃഷ്ണൻ ഫാത്തിമയായി മാറിയ ടാഗ്ലൈനിലൂടെ വന്ന സിനിമ പറയുന്നത് കേരളത്തിൽ നടക്കുന്ന യഥാർത്ഥ സംഭവങ്ങൾ എന്ന രീതിയിൽ ഒരുപക്ഷെ പച്ചക്കള്ളം തന്നെ പ്രചരിപ്പിച്ച ഒരു പ്രൊപ്പഗാൻഡ സിനിമയായിട്ടാണ്. കേരള സ്റ്റോറി 2വിന്റെ ട്രെയിലറിൽ തന്നെ ഒരു മുസ്ലിം പെൺകുട്ടികൾ ഒരു ഹിന്ദു യുവതിയെ നിർബന്ധിച്ച് ബീഫ് കഴിപ്പിക്കുന്ന ഒരു സീനുണ്ട്. വ്യാപക വിമർശനവും ട്രോളുകളും സമൂഹ മാധ്യമങ്ങളിൽ ഇതിനെതിരെ വരുന്നുണ്ട്. കേരളത്തിൽ മലയാളികൾ സത്യത്തിൽ ഈ ട്രെയിലർ പുറത്തു വന്നപ്പോൾ തന്നെ ഇതിനോട് കടക്ക് പുറത്തെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഈ ട്രെയിലർ ഇത് കേരളമല്ല, ഞങ്ങൾ കാണുന്ന കേരളം ഇങ്ങനെയല്ല, ഒരുപക്ഷെ പൊറോട്ട ഇല്ലാത്തതുകൊണ്ടാണ് ബീഫ് കഴിക്കാത്തത് എന്ന രീതിയിൽ തമാശയോടുകൂടി തന്നെ ഈ ട്രെയിലറിനെതിരെ വിമർശനം വരുന്നുണ്ട്. സത്യത്തിൽ ഇതിൽ വഴിവെച്ചിരിക്കുന്നത് ഈ ഒരു പ്രൊപ്പഗാൻഡ സിനിമ തന്നെയാണ്. കേരളത്തിൽ നടക്കുന്നത് ഒരു മതവിഭാഗത്തെ ലക്ഷ്യമിട്ടുകൊണ്ട് അല്ലെങ്കിൽ കേരളത്തിൽ നടക്കുന്ന മതസൗഹാർദ്ദത്തെ തകർക്കാൻ എന്ന രീതിയിൽ തന്നെയുള്ള ഒരു പ്രൊപ്പഗാൻഡയായി തന്നെയാണ് കേരള സ്റ്റോറി 2 ഇറങ്ങുന്നത് എന്ന് കൃത്യമായി തന്നെ പറയാൻ കഴിയും. ആദ്യ സിനിമയ്ക്കാണെങ്കിൽ വ്യാപക വിമർശനം ഉണ്ടായിരുന്നെങ്കിലും 20 കോടി ബജറ്റിൽ വന്ന സിനിമ 300 കോടി കളക്ട് ചെയ്യുന്നതും ദേശീയ അവാർഡ് സ്വന്തമാക്കുന്നതും നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ രാഷ്ട്രീയം വ്യക്തമാണ്. സുദീപ് തോസനന് മികച്ച സംവിധായകനുള്ള അവാർഡ് കേരള സ്റ്റോറിയുടെ അതാണ് ആതിര ജെയിൻ. അതിൽ അവാർഡ് നൽകി പോലും അത് ആദരിക്കപ്പെടുമ്പോൾ അതിന്റെ രാഷ്ട്രീയം തീർച്ചയായും ചർച്ചയാക്കപ്പെടുകയാണ്.